ശ്രീ എബ്രഹാം മാത്യു, ഇത് നോക്കൂ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഐഷാപൂറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ലണ്ടനിലേക്കും പോയത്. കേരള കോൺഗ്രസ് സത്യം പറഞ്ഞാൽ വിസ്മയം എന്ന വാക്ക് കോൺഗ്രസും UDF-ഉമായി ബന്ധപ്പെട്ടാണ് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതെങ്കിലും കേരള കോൺഗ്രസ് ഒരു വിസ്മയമാണ്. ഒരുപക്ഷെ കെ മാണിയും PJ ജോസഫും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആദ്യം കേട്ടിട്ടുള്ളതുമായ ഒരു വിസ്മയ സമവാക്യമാണ് ഈ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നുള്ളത്. പക്ഷേ ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട് പിളർന്നപ്പോഴൊക്കെ തളർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത്. ജോസ് കെ മാണി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി നിഷേധിക്കുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം, അദ്ദേഹം ഇന്ന് വ്യക്തത വരുത്താൻ വേണ്ടി പോസ്റ്റിട്ട ഒരു പോസ്റ്റിന് 2 എഡിറ്റ് ഹിസ്റ്ററി കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് തന്നെ തുടരും എന്ന് ഉറപ്പിച്ചു പറയാൻ 2ാമത്തെ എഡിറ്റ് വേണ്ടി വന്നു. ഒരു അജണ്ടയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ 3ാമത്തെ എഡിറ്റ് വേണ്ടി വന്നു. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് എത്ര കാലമുണ്ട്, കെ മാണിയുടെ ലെഗസി അങ്ങനെ തന്നെയുണ്ട്. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ ഇത്ര ബുദ്ധിമുട്ടോ? എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്ത് നിന്ന് മാറി നിൽക്കുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പാർട്ടിയുടെ ആന്തരികമായ ചർച്ചകളിലേക്ക് നമുക്ക് എത്രത്തോളം കടന്നു ചെല്ലാൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് മൊത്തം കേരളത്തിൽ കിട്ടിയത് 200-ൽ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെയാണ്. കടുത്ത ക്ഷീണമാണ്. അതെ, അതിനു മുമ്പ് 450ഓളം പ്രതിനിധികളുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും ചില സമ്മർദ്ദങ്ങൾ ജോസ് കെ മാണിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങളെ ജോസ് കെ മാണി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും മുന്നണി വിടണമെന്നുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ ഡയറക്റ്റായി ചോദിക്കട്ടെ, പിളർന്നാൽ ഇനി സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ റാന്നി MLAയ്ക്കും കൃത്യമായി പിളരേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടോ? ഒരു പിളർപ്പ് എന്നുള്ളൊരു നിലയിലേക്ക് ഈ തർക്കം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അത് സത്യമാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമുക്കൊക്കെ തന്നെ അത്തരം കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രമോദ് നാരായണൻ, പെട്ടെന്ന് എനിക്ക് പേര് വന്നില്ല. അതെ, പ്രമോദ് നാരായണൻ, റോഷി അഗസ്റ്റിൻ. പക്ഷേ അത് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോഴത്തെ കേരള കോൺഗ്രസിനെ പിളർത്തും എന്നെനിക്ക് കരുതാൻ നിർവാഹമില്ല. കാരണം അങ്ങനൊരു ഒരു തീരുമാനം ഒരുപക്ഷെ അവരെ കൂടി സമവായത്തിലെടുത്തുകൊണ്ട് ഒരു കൺസെൻസസിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകളിൽ ജോസ് കെ മാണി വ്യത്യസ്തമായിട്ട് ഒരു സമീപനം കൈക്കൊണ്ടു എന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ജോസ് കെ മാണിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇല്ല, തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അല്ല, അങ്ങനെ ഡയറക്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയുന്നത് കൂടി അല്ലല്ലോ, കുറച്ചുള്ള വ്യാഖ്യാനങ്ങൾ കൂടെ വിധേയമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ജോസ് കെ മാണിയുടെ ഒരു പൊതു സ്വഭാവം എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ആളല്ല. കുറച്ചുകൂടി സാവധാനതയിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. വളരെ മെച്യൂരിറ്റിയോട് കൂടി തീരുമാനമെടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വിധേയനാകുന്ന ഒരാളായിട്ട് ജോസ് കെ മാണി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഒരു പിളർപ്പ് അസാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുന്നണി വിടുന്ന കാര്യത്തെക്കുറിച്ച് അനൗദ്യോഗികമായ ചർച്ചകൾ ആ പാർട്ടിയിൽ ആന്തരികമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇടതുമുന്നണി വിട്ടൊരു പരീക്ഷണത്തിന് അവർ തയ്യാറാകുമോ എന്ന് ഒരു സംശയമുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു.